കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം പാളയമടിക്കേണ്ട ക്രമത്തെപ്പറ്റിയാണ് വചനം പ്രതിപാദിക്കുന്നത്. സമാഗമ കൂടാരത്തിൻ്റെ ചുറ്റിലുമായിട്ടാണ് അവർ കൂടാരമടിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ ദിക്കുകളും അതിൻ്റേതായ സ്ഥാനക്രമങ്ങളും നൽകിയിട്ടുമുണ്ട്. സമാഗമ കൂടാരത്തിൻ്റെ ഏറ്റവും അടുത്തായി കൂടാരമടിക്കേണ്ടത് സമാഗമ കൂടാരം പരിപാലിക്കുവാൻ മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ലേവ്യരാണ്. അവരുടെ ഉത്തരവാദിത്തം അത് മാത്രമാണ്. ബാക്കിയുള്ള ഗണങ്ങളൊക്കെ അതിന് പിറകിലായി പല പല ഇടങ്ങളിൽ കൃത്യമായ ക്രമീകരണത്തിലാണ് പാളയമടിക്കുന്നത്. ഇനി ഒരു സ്ഥലത്ത് പാളയമടിച്ച് അവരുടെ ദിവസങ്ങൾ, വിശ്രമ ദിവസങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് അവർ യാത്ര തിരിക്കുന്നു. അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ആ പാളയങ്ങളുടെ മധ്യത്തിലായിട്ടാണ് ലേവ്യരുടെ പാളയവും അതോടൊപ്പം തന്നെ സമാഗമ കൂടാരവും കൊണ്ടുപോകേണ്ടത്. എപ്പോഴും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം സമാഗമ കൂടാരത്തിനുണ്ട്. സമാഗമ കൂടാരത്തെ ശത്രുക്കൾ തട്ടിയെടുക്കാതിരിക്കാനും അതിനെ നശിപ്പിച്ച് കളയാതിരിക്കുവാനും വേണ്ടി എല്ലാവരും അതിന് ചുറ്റിലൂടെ നടന്ന് ഒരു വലിയ കോട്ടയായി അങ്ങനെയാണ് സമാഗമ കൂടാരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു സൂചന, സമാഗമ കൂടാരം ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു നിദർശനമാണ്. ആ സമാഗമ കൂടാരത്തിൽ എപ്പോഴും വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുകയും അഗ്നി നാളങ്ങൾ ഒരിക്കലും അണയാത്ത രീതിയിൽ അത് ക്രമീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് ദൈവത്തോടുള്ള ഒരു വ്യക്തിയുടെ തീഷ്ണതയാണ്, ആത്മാവിൻ്റെ തീഷ്ണതയാണ് അഗ്നിനാളങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അഗ്നി പോലും കെടാതെ ഇവർ യാത്ര തിരിക്കുമ്പോൾ, ഈ സമാഗമ കൂടാരത്തെ കൊണ്ടുപോകുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ സംരക്ഷിക്കുവാനായിട്ട് അവർ തയ്യാറാവുകയാണ്. അപ്പോൾ അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ദൈവീകമായ കാര്യങ്ങളെ യഥാതഥം ഉപയോഗിക്കുവാനും പരിപാലിക്കുവാനും വിശുദ്ധിയിൽ പരിപോഷിപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സമാഗമ കൂടാരം നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യമാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും കടന്നു വരുന്നത്. ആ സമാഗമ കൂടാരത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും പരിശീലനവും അനുസരിച്ചാണ് ഇസ്രായേൽ ജനം മരുഭൂമിയുടെ വൈതരണികൾ കടന്നുകൊണ്ടിരുന്നത്. വലിയ ആഴങ്ങൾക്ക് മീതെ അവർ നടന്നത്, മണലാരങ്ങൾക്ക് മീതെ അവർ നടന്നുപോയത് എല്ലാം സമാഗമ കൂടാരത്തിൻ്റെ ആ ശക്തി കൊണ്ടാണ് എന്നുള്ളത് നാം വളരെ വ്യക്തമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവ സാന്നിധ്യത്തിന്, ആ ദൈവീകതയ്ക്ക് നാം കൊടുക്കുന്നൊരു പ്രാധാന്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും അതിനെ സംരക്ഷിക്കുന്ന ലേവ്യരുടെ മാതൃക, ഇസ്രായേൽ ഗോത്രങ്ങളുടെ ആ മാതൃക, അത് വളരെ അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനമാണ് അവരുടെ ജീവിതത്തിൽ. എന്തു വില കൊടുത്തും ഞങ്ങളിതിനെ സംരക്ഷിക്കും എന്നുള്ളത്. ദൈവ സാന്നിധ്യവും ദൈവീകമായ തലങ്ങളും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകുവാൻ പാടില്ല എന്ന് വചനം ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്